ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മോനക്ക് മദ്രസൊക്കെ തുറന്നിട്ടുണ്ട് ഷാനുവിന്. അപ്പോൾ ഞാൻ അവനക്കുള്ള ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഞാൻ അവനക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനെ കുടിച്ചിട്ട് രാവിലെ മദ്രസയ്ക്ക് പോകും. അപ്പോൾ 6 to 7:30 വരെയാണ് അവനക്കിപ്പോൾ മദ്രസ്. അങ്ങനെ നേരമൊക്കെ രാവിലെ ഇരുട്ട് തന്നെയാണ്. അധികം അങ്ങോട്ട് വെളിച്ചം വന്നിട്ടില്ല. അങ്ങനെ ഓനിതാ സൈക്കിൾ മേലാണ് മദ്രസയ്ക്ക് പോണത്. അപ്പോൾ ഓൻ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെള്ളപ്പമാണ് ചുടുന്നത്. പിന്നെ ഒരു ചട്നിയും തയ്യാറാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിയും വലിയുള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിതാ പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 വറ്റൽമുളകാണ് ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അങ്ങനെ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മാവൊക്കെ ഒന്ന് ഇളക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വെള്ളപ്പം നല്ലോണം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു കാൽ ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. അച്ചപ്പമാണ് കടി. അപ്പോൾ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ മിക്സിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി ഞാനൊന്ന് ചായ കുടിക്കട്ടെ. മറ്റവരൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിക്കുള്ളതൊക്കെ കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ കുറേ നേരം കിടന്ന് വേവണം. അപ്പോൾ ഞാനിതാ കറിക്കൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി മീനൊക്കെ ഒന്ന് നന്നാക്കി ഫ്രഷാക്കി വരട്ടെ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് കായം തേച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളത്, മറ്റേത് കറിക്കുള്ളതുമാണ്. അപ്പോൾ കറി ഏകദേശമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ മോള് ഉൾക്കുള്ളതൊക്കെ ഒന്ന് തിരുമ്പിടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഓള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാനൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുസമ്പിയൊക്കെ തോലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്തതാണ്. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉപ്പേരിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പടവലാണ്. അപ്പോൾ ഞാൻ പടവല ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ മോൾ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾ തന്നെ ഉപ്പേരിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതാ കറിക്കുള്ള വറവൊക്കെ ഒന്ന് റെഡിയാക്കി കറിയൊക്കെ ഒന്ന് വറവിട്ടിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആ അടുപ്പത്ത് തന്നെ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറേ വേസ്റ്റുകളുണ്ട്, അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. ഇനി ഞാൻ റൂമുകളും ഡൈനിങ് ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് തുടക്കാനുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് ഭാഗങ്ങളൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഉണ്ട്. അപ്പോൾ മോള് സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നിലം മാത്രമേ തുടക്കാനുള്ളൂ. അപ്പോൾ അവൾ ഇതാ ഇവിടെയൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടിഭാഗം മാത്രമേ തുടക്കാനുള്ളൂ. മാഷാ അല്ലാഹ് പഠിക്കലും തുടക്കാനൊക്കെ അവളെ തന്നെ ആക്കൽ. കാരണം ഇപ്പോൾ അവൾക്ക് ക്ലാസ് ഒന്നുമില്ലല്ലോ, വെക്കേഷനല്ലേ. അപ്പോൾ പിന്നെ അവൾ തന്നെ അടിക്കലും തുടക്കലൊക്കെ ചെയ്യും. അങ്ങനത്തെ ആ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി കുളിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതാ ഷാനുവിന് മോനക്ക് മദ്രസയിൽ ടോപ്പ്ലെസ്സൊക്കെ കിട്ടിയ കാരണം ഉപ്പച്ചി അവനക്ക് സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി വെക്കുകയാണ്. പിന്നെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഒക്കെ ചുട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പടിഞ്ഞാറക്കര ലൈറ്റ് ഹൗസ് കണ്ടിട്ട്, അപ്പോൾ എല്ലാവരും കാണാനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് കുറേ ആയിക്കണം മക്കളിങ്ങനെ പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് പോയി ഒന്ന് കണ്ടു വന്ന്. അവിടെ കയറാൻ 60 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് നേരത്തെ ഈ സമയത്തൊന്നും അവിടെ വലിയ ലൈറ്റുകളൊന്നും കാണാനൊന്നും ഇല്ല, ഇട്ടാലും നമുക്ക് വലിയൊരിതില്ലല്ലോ. രാത്രി ഇരുട്ടായതിന് സമയത്താണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കടലിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരുന്ന് പിന്നെ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്.
കുറേ പിന്നെ പുറകോട്ടാണ് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. കാരണം നല്ലോണം ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം കൊണ്ട് തന്നെ നല്ലോണം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി വേറൊരു പറമ്പിലിട്ടിട്ടാണ് പിന്നെ ഇതുപോലെ നടന്നു പോയത്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കടലിൻ്റെ കാണാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് അങ്ങനെ ഇതാ ഈ ഒരു ഗ്രൗണ്ടൊക്കെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായാലാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ സമയത്തൊന്നും വലിയൊരു ഇതൊന്നുമില്ല. ഇതാ അപ്പം നേരം ഇങ്ങനെ കുറേശ്ശെ ഇരുട്ടായി വരുന്നിടത്തോളം ലൈറ്റുകളൊക്കെ ഇട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ അവിടെയൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ കുറേ സമയങ്ങളിങ്ങനെ നടന്ന് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതെടുത്താലും 20 രൂപയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കി പോന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ അവിടെ ഇതാ അത്രയൊക്കെ ലൈറ്റുകളുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. അങ്ങനെയൊക്കെ കണ്ട് മക്കളൊക്കെ ഐസ്ക്രീമും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബായ്, അസ്സലാമു അലൈക്കും.